നമസ്കാരം. പുതിയ സർക്കാരിലെ, അതായത് വി ഡി സതീശൻ സർക്കാരിലെ ഏറ്റവും ഷൈൻ ചെയ്യുന്ന മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമായിരിക്കും ആദ്യം തോന്നുക. പിന്നീട് രണ്ടാമത് മറ്റൊരു മന്ത്രിയുടെ പേരിലേക്കും വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആദ്യ പേരുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും എക്സ്പീരിയൻസ്ഡായ, എങ്ങനെ രാഷ്ട്രീയത്തിൽ കൃത്യമായി മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് വളരെ വളരെ കൃത്യമായി അറിയാവുന്ന, ചാണക്യൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ലീഡർ കെ കരുണാകരന് ഒപ്പം നിന്ന് എല്ലാ തന്ത്രവും അടവുകളും പഠിച്ച് ഭരണത്തിലേക്ക് ഏറിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ് അതിലെ ഒന്നാം പേരുകാരൻ. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി പോലും അത്ര എത്തില്ല കേട്ടോ, രമേശ് ചെന്നിത്തലയോളം എത്തില്ല. ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രി കയറിയപ്പോൾ തന്നെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ട ആദ്യത്തെ നമ്പർ ഇട്ട് കഴിഞ്ഞിരുന്നു. എന്താണ് ആ നമ്പർ? നമ്മുടെ സംസ്ഥാനം, കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം ഈ എല്ലാം കൊണ്ടും ലഹരിയുടെ പിടിയിലാണ്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ഇവിടേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്ന രാസലഹരി അടക്കമുള്ള, സിന്തറ്റിക് ലഹരി അടക്കമുള്ള എല്ലാ ലഹരികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജൈവമായി ലഭിക്കുന്ന ലഹരി എന്ന് പറയുന്ന ഗഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സുലഭമായി മാറുന്ന ഒരു സാധനമാണ്. ഇത് കൂടാതെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇഷ്ടംപോലെ വന്നിറങ്ങുന്നു. ധാരാളമായി ഇവിടെ വന്നിറങ്ങുന്നതായും അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതെല്ലാം എങ്ങനെ നിർത്തലാക്കും? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ രാസലഹരിയുടെയും അല്ലാതുള്ള ലഹരിയുടെയും ഒക്കെ പിടിയിൽ അമർന്നുകൊണ്ട് അവർ നമ്മുടെ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന വികൃതികൾ അല്ല, ക്രിമിനൽ വാസനയുള്ള ചെയ്തികൾ, ഇത് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു ജനകീയ മന്ത്രിയാണ് ശരിക്കും രമേശ് ചെന്നിത്തല എന്ന് പറയേണ്ടി വരും. ഈ നാടൊട്ടുക്ക് അന്നേരം ആദ്യം കയറിയ പാടെ തന്നെ തൻ്റെ കയ്യിലേക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടി നിമിഷങ്ങൾക്കകം, അല്ലെ ദിവസത്തിനകം തന്നെ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ തൂഫാൻ. ഒരുപക്ഷെ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചില ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയോളം മറ്റൊരാളും ഇല്ല എന്ന് നമുക്കറിയാം. കാരണം ഈ നാട്ടിൽ ബ്ലേഡ് മാഫിയ പിടിമുറുക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ ബ്ലേഡ് മാഫിയ പിടിമുറുക്കിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന്, അതായത് ബ്ലേഡ് മാഫിയ വീട്ടിലേക്ക് കയറുന്നു, അവിടെയുള്ള വീട്ടുകാരെയും സ്ത്രീകളെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു, വഴിയിൽ തടഞ്ഞു നിർത്തുന്നു എന്ന് വേണ്ട, അവരുടെ ഒരു അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാനത്ത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയും അവരുടെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ പെട്ടെന്നൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നു, ഓപ്പറേഷൻ കുബേര. അങ്ങനെ ഓപ്പറേഷൻ കുബേര കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തൊക്കെയോ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തു കൂട്ടണം, നമ്മുടെ നാട്ടിലെ യുവാക്കളെ രക്ഷപ്പെടുത്തണം, നമ്മുടെ നാട്ടിലെ പൊതുജനത്തെ രക്ഷപ്പെടുത്തണം എന്നൊക്കെയുള്ള ഒരു ശക്തമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഓപ്പറേഷൻ തൂഫാൻ നമ്മുടെ നാട്ടിൽ ഇറങ്ങി പലതരത്തിൽ, നമ്മുടെ പെരുമ്പാവൂർ പോലെ നമ്മുടെ ഒരു ലഹരി ഹബ്ബ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികളിൽ ഏറിയ പങ്കും താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ സ്ഥിരതാമസം കാരണം അവിടെ ഉണ്ടാകുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി ആൾക്കാർ അവിടേക്ക് എത്തുന്നുണ്ട്. അതുമൂലം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു നിയമ വിദ്യാർത്ഥിനിക്ക് ഉണ്ടായ ദാരുണാനുഭവം നമ്മൾ കണ്ടതാണ് അല്ലേ? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തുന്നു. അതുണ്ടായത് ലഹരി എന്ന് പറയുന്ന ഒരു മാരക വിഷമുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ കൊലപാതകങ്ങളെല്ലാം നടന്ന ലഹരിയുടെ പിടിയിലാണ്. ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട്, രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികൾക്ക് അമ്മയെന്നില്ല, അച്ഛനെന്നില്ല, മുത്തശ്ശനെന്നില്ല, മുത്തശ്ശിയെന്നില്ല, ആരെയും ഉപദ്രവിക്കും, ആരുടെ മെക്കിട്ടും കയറും, ആരെയും കൊലപ്പെടുത്തും. പണ്ടുകാലത്ത് ഉത്സവപ്പറമ്പുകളിൽ വെറും തല്ലും പിടിയും മാത്രമായിരുന്നെങ്കിൽ ഇന്നത് മാറി കൊത്തും കൊലപാതകത്തിലേക്കും വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതെല്ലാം? ഇതൊക്കെ സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ലഹരി തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ MDMA കേസുകൾ പിടിക്കപ്പെടുന്നു, കഞ്ചാവ് കേസുകൾ പിടിക്കപ്പെടുന്നു. ഇവിടേക്ക് വരുന്ന ഇതിൻ്റെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടി അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും കത്തയക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു നിതാന്ത പരിഹാരം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു.
ആ രീതിയിലാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും പിന്നെ എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ തലച്ചോറിനെ ഉന്മത്തമാക്കിക്കൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാരക വിപത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത് അനിവാര്യതയുടെ ഭാഗമാണ്. അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം പുതിയൊരു പദ്ധതി കൂടി രമേശ് ചെന്നിത്തല ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്താണ്? സീറോ, അതായത് പ്രോജക്റ്റ് സീറോ എന്ന് പേരിട്ടിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കൈക്കൂലി കൊടുക്കാതെ ഇന്നൊരു സ്റ്റാമ്പ് പോലും കിട്ടില്ല. കൈക്കൂലി കൊടുത്താലേ ഒരൊപ്പിന് നമ്മൾ പണം കൊടുത്തേ പറ്റൂ. നമ്മുടെ ഫയലുകൾ നീങ്ങണമെങ്കിൽ നമുക്കിവിടെ തീർച്ചയായിട്ടും നമുക്ക് വേണം കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും പിന്നെ ശിക്ഷാർഹമാണ് എന്ന് എഴുതി പതിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? പണമായോ പാരിതോഷികമായോ നൽകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയെ നമുക്ക് സമീപിക്കാവുന്നതാണ്, അല്ലെ വിളിച്ച് പറയാവുന്നതാണ്. എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. കൈക്കൂലി ഇല്ലാതെ ഒരു ഫയല് പോലും നീങ്ങില്ല. എവിടുന്നെങ്കിലും കടവോ ഇടവോ വാങ്ങി ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ടവൻ തയ്യാറെടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ആ പേപ്പർ നീങ്ങണമെങ്കിൽ കൊടുക്കണം. കടവോ ഇടവോ മേടിച്ചിട്ട് വീണ്ടും തുക അവിടെ ഇരിക്കുന്ന മേലാഫീസർമാർക്ക് അത് കൊടുത്താലേ ഫയൽ നീങ്ങുകയുള്ളൂ. അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ദുരവസ്ഥ. നല്ല ഓഫീസർമാരെ കൊണ്ട് കേട്ടോ, അവരെ കുറ്റം പറയുകയല്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നം നമ്മുടെ അഴിമതിയുടെ കൂത്തരങ്ങായി സർക്കാർ ഓഫീസുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കണ്ടിട്ടാണ് ഓപ്പറേഷൻ സീറോ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു അതായത് പ്രോജക്റ്റ് സീറോ എന്ന പേരിൽ ഒരു പദ്ധതി കൂടി ആവിഷ്കരിക്കുന്നത്. നിവിൻ പോളിയാണ് കേട്ടോ അത് ഉദ്ഘാടനം ചെയ്തത്. അതിനൊരു വിസിൽ മുഴക്കിക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിനകത്ത് ഏറ്റവും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവജനങ്ങളെയാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അഴിമതിരഹിത കേരളം വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും തീർച്ചയായും കയ്യടി കിട്ടുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്നത്. ഇതിലെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കൈക്കൂലിയും അഴിമതിയും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വിജിലൻസ് കമാൻഡോകളുണ്ട്. ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് കമാൻഡോകൾ. ആരാണ് വിജിലൻസ് കമാൻഡോകൾ? അപ്പോൾ ഇത് യുവജനങ്ങളെ ഈ പറയുന്ന വിജിലൻസ് കമാൻഡോകളാക്കി തീർക്കാൻ വേണ്ട നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. അപ്പം അതിൽ ആദ്യത്തെ ആരാണ് എന്ന് ചോദിച്ചാൽ, വിജിലൻസ് കമാൻഡോ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രശസ്ത നടൻ നിവിൻ പോളി തന്നെയാണ്. നിവിൻ പോളിയാണ് ആദ്യത്തെ വിജിലൻസ് കമാൻഡോ. അപ്പോൾ ഇവിടെ സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി ആവശ്യപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി കൊടുത്താൽ അതിന് ലഭിക്കും 5000 രൂപ പാരിതോഷികമായി. അപ്പം ഏതൊക്കെ രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കമാൻഡോകളെ, യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന കമാൻഡോസ് രൂപീകരിക്കും. ആ കമാൻഡോകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ അവരെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു വിജിലൻസ് കമാൻഡോകളാക്കി അവരെ മാറ്റിയെടുക്കാൻ വേണ്ട പരിശീലനം നൽകുന്നു. ഇത് കൂടാതെ അവിടെ കൈക്കൂലി ആവശ്യപ്പെടുന്നതിൻ്റെയോ ഇനി അതല്ല കൈക്കൂലി വാങ്ങുന്നതിൻ്റെയോ ദൃശ്യങ്ങൾ നമ്മൾ ഇവർക്ക് നൽകിക്കഴിഞ്ഞാൽ അത്തരം ആൾക്കാർക്ക് 5000 രൂപ പാരിതോഷികം നൽകും. പിന്നെ അതോടൊപ്പം തന്നെ ഇനി ഇത് കൊടുക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികം കൊടുക്കുന്നതിൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടോട്ടെ എന്ന് കരുതിക്കൊണ്ട് നിൽക്കണ്ട. കാരണം ഇതെല്ലാം അതീവ രഹസ്യമായിട്ടായിരിക്കും ഈ വിവരം നൽകുന്നവരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സൂക്ഷിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ 1064 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് സമയം ഇതുപോലെ കൈക്കൂലി ആവശ്യപ്പെടുകയോ കൈക്കൂലി വാങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് വാങ്ങിയ ഉദ്യോഗസ്ഥൻ്റെ പേരും ഡീറ്റെയിലും പറയാവുന്നതാണ്. ആ ഉദ്യോഗസ്ഥന് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇനി പറയൂ, രമേശ് ചെന്നിത്തല തന്നെയല്ലേ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രി എന്നുള്ള നിലയിൽ കൈയടി വാങ്ങാൻ പറ്റിയ ഒരാൾ? ബാക്കിയുള്ളവരെയൊക്കെ ബാക്കി കുറേ പേരുണ്ട്. ബാക്കി ചില ആൾക്കാർ നമുക്കറിയാം, ഇതൊക്കെ ഇപ്പം ആരോഗ്യവകുപ്പ് വലിയ ക്ഷീണമായ അവസ്ഥയിലാണ്. ഇപ്പം നോക്കി KSRTC ഗതാഗത വകുപ്പ് ക്ഷീണിച്ച അവസ്ഥയിലാണ്. അതൊക്കെ ഇനി പൊങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. അതിനകത്ത് CP ജോൺ എന്ന് പറയുന്ന ഒരാൾ ഇൻ്റലക്ച്വലി വലിയ ശക്തനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യനെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. മുരളീധരൻ എന്ന് പറഞ്ഞാൽ കരുണാകരൻ്റെ മകനാണ്. അദ്ദേഹത്തിന് പക്ഷേ പാർലമെൻ്ററി രംഗത്തുള്ള പ്രാവീണ്യം വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഇങ്ങനെ മന്ത്രിയായിരിക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. മന്ത്രിയായ സമയത്ത് തന്നെ കോൺഗ്രസ്സുകാരെന്നെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് വല്ലാത്ത കുത്തഴിഞ്ഞൊരു അവസ്ഥയിലാണ്.
അപ്പം പിന്നെ ചില പല മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് നഴ്സുമാർ പോലും ഇല്ല എന്നുള്ളതാണ്. രോഗികൾക്ക് രോഗികളുടെ അനുവാദം അനുസരിച്ച് നഴ്സുമാർ പോലും നമ്മുടെ പല മെഡിക്കൽ കോളേജുകളിലും ഇല്ല എന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ മുരളീധരനെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യം നമ്മൾ പറയുകയേ വേണ്ട എന്നുള്ള അവസ്ഥയിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് വലിയ ഖ്യാതിയൊന്നും കേൾക്കുന്നില്ല. റോജി എം ജോൺ ആണ് അതിൻ്റെ മന്ത്രി, എന്നിട്ടും അതൊന്നും കേൾക്കാൻ പോലുമില്ല. പിന്നെ ലിജു, അതായത് എക്സൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൃത്യമായി അദ്ദേഹം നോക്കി നടത്തുന്ന കാര്യത്തിൽ അല്പം ഉത്സുകനായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സത്യമാണോ മിഥ്യയാണോ എന്നറിയാൻ വയ്യാത്ത നിലയിൽ നിൽക്കുകയാണ് നമ്മുടെ സാധാരണക്കാർ. അങ്ങനെ തുടങ്ങി പല വകുപ്പുകളും ഈ പറയുന്ന പോലെ, പിന്നെ നമുക്കറിയാവുന്ന പോലെ ഈ നമ്മുടെ വ്യവസായ വകുപ്പാണെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പാണെങ്കിലും എല്ലാം കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് എന്നൊരു തോന്നലുണ്ടാകുമ്പോഴും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആ വകുപ്പ് വളരെ കൃത്യമായി പ്രവർത്തിച്ചു പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ജനിപ്പിക്കാൻ ഒരുപക്ഷെ ഇത്തരം ചില പ്രോജക്റ്റുകളിലൂടെ, ഇതിൻ്റെ ചില ആഘോഷങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.